ഒപ്പം തന്നെ ഭരണപക്ഷത്തിന്റെ ഒരു നീക്കം എന്തായിരിക്കും സുമോദ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്? നോക്കൂ, കോൺഗ്രസ് ഇക്കാര്യം, അതായത് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി, നമുക്കറിയാം UPA സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന പദ്ധതി വലിയ തരത്തിൽ ജനകീയമായ ഒരു പദ്ധതിയാണ്. ആ പദ്ധതിയുടെ പേരിനെ മാറ്റുന്നതിൽ വലിയ പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുന്നു. നോക്കൂ, മഹാത്മാഗാന്ധിയുടെ പേര് മായ്ക്കുവാൻ കൊണ്ടുള്ള ഒരു ശ്രമം, സംഘടിത ശ്രമം ഈ സർക്കാരിന്റെ കാലഘട്ടം മുതൽ ഉണ്ട് എന്ന തരത്തിൽ വിവിധ കോണുകളിൽ നിന്ന് വിമർശനവും ഉയരുന്നുണ്ട്. അപ്പോൾ ഈ പ്രതിഷേധങ്ങളെയൊക്കെ എങ്ങനെയാണ് നേരിടാൻ ഭരണപക്ഷം ശ്രമിക്കുന്നത്? അജികുജുമൻ, സാധാരണ പ്രതിപക്ഷത്തിന്റെ വലിയ തരത്തിലുള്ള ഒരു പ്രക്ഷോഭം സഭയുടെ അകത്തും പുറത്തും ഉണ്ടാകുമ്പോൾ അതെല്ലാം അവഗണിച്ചുകൊണ്ട് തങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രതിപക്ഷ ബഹളത്തിനിടയിൽ വേണ്ട വിധത്തിൽ ചർച്ച ചെയ്യാതെ തന്നെ ബില്ലുകൾ പാസാക്കി എടുക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഈ ലോക്സഭയും രാജ്യസഭയും തുടങ്ങി ഇത്രയും ദിവസമായിട്ട് പോലും ഏറ്റവും പ്രധാനപ്പെട്ട ബില്ല് ഇനി സഭ അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം, 3 ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് എത്തുന്നത്. ആദ്യം ലോക്സഭയിൽ അവതരിപ്പിക്കും, അതിനുശേഷം രാജ്യസഭയിൽ അവതരിപ്പിക്കും, അതിനുശേഷം സഭ പിരിയുന്ന ഒരു കാഴ്ചയായിരിക്കും കാണുന്നത്. കാര്യം, ദിവസങ്ങളോളം ബില്ലിൻ്റെ ഓരോ വ്യവസ്ഥകളും കീറി മുറിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു രീതിയാണ് ഉള്ളത്. പക്ഷേ ആ തരത്തിലുള്ള ഒരു ചർച്ചയിലേക്ക് പോകാതിരിക്കാൻ ഈ പ്രതിപക്ഷ ഒരു പ്രതിഷേധത്തെ ഒരു മറിയാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോഴും ശിവരാജ് സിംഗ് ചൗഹാൻ കൃഷിമന്ത്രി, അദ്ദേഹം പറയുന്നത് രാമൻ എന്നുള്ളത് മഹാത്മാഗാന്ധിയുടെ ഹൃദയത്തിലുണ്ടായിരുന്നതാണ്. മഹാത്മാഗാന്ധിയുടെ ഒരു സങ്കല്പം തന്നെയാണ് ഒരു രാമരാജ്യം എന്നുള്ളത്. ആ രാമരാജ്യത്തിലേക്കുള്ള ഒരു വഴിയാണ് തങ്ങൾ വെട്ടിത്തുറക്കുന്നത് എന്നുള്ള കാര്യമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ അപ്പോൾ പോലും ഒരു പ്രതിപക്ഷം കമ്പോട് കമ്പ് ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും കൃത്യമായി ഭരണപക്ഷത്തിൻ്റെ കയ്യിൽ ഉത്തരമില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം. അതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു ചർച്ചയ്ക്കോ ഒരു വിശദമായ ഒരു വാദപ്രതിവാദങ്ങൾക്കോ തയ്യാറാവാതെ ബില്ല് അവതരണവുമായി മുന്നോട്ട് പോകുന്ന ഒരു ഭരണപക്ഷത്തെയാണ് ഇവിടെ കാണുന്നത്.